രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ കടന്നു വന്ന മരണം പെരുങ്കുളം ചെറുകാട്ടുമഠത്തിൽ കെ.വി. വിനോദിനെ കവർന്നെടുക്കുമ്പോൾ ഒരു പ്രദേശത്തുനിന്ന് മാത്രമല്ല, കൈയും കണ്ണും എത്തുന്നിടത്തെല്ലാം തൻ്റെ സ്പർശം ബാക്കി വെച്ചുപോയ ഒരു മനുഷ്യസ്നേഹിയെ കൂടിയാണ് നഷ്ടമാകുന്നത്. നിരവധി ക്ഷേത്രങ്ങളുടെ താന്ത്രികാവകാശവും ഒപ്പം മേൽശാന്തിയും കൂടിയായിരുന്ന കെ.വി. വിനോദ് ഒരിക്കൽ പോലും പരമ്പരാഗത ബ്രാഹ്മണരുടേതായ സമൂഹവുമായി ഇഴുകിച്ചേരുന്നതിലെ വൈമുഖ്യം കാണിച്ചിരുന്നില്ല. വർണ്ണവർഗഭേദമില്ലാതെ, കൊടിയുടെയോ അടയാളത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ ധൈര്യമുണ്ടായിരുന്ന, അല്ലെങ്കിൽ സാധിക്കുമായിരുന്ന പുതിയ തലമുറയിലെ ശേഷിക്കുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളെയാണ് നഷ്ടപ്പെട്ടത്. സാധാരണ മഠങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതൊരാൾക്കും ഏതൊരാവശ്യത്തിനും എപ്പോഴും, അത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കടന്നു ചെല്ലാവുന്ന ഇടമായിരുന്നു ചെറുകാട്ടുമഠം. നാട്ടിൽ നടക്കുന്ന ഏതൊരു പരിപാടിയും, അത് സാംസ്കാരികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ആത്മീയമാകട്ടെ, ഒരുപക്ഷെ ഏറ്റവും അവസാനം പോകുന്ന മൈക്ക് സെറ്റുകാരോട് പോലും കുശലവും പറഞ്ഞിട്ടായിരിക്കും വിനോദ് തിരുമേനിയുടെ മടങ്ങിയുള്ള യാത്ര. സംഘടനാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയമായാലും സാംസ്കാരികമായാലും ആത്മീയമായാലും ജനങ്ങളും സംഘടനയും കോർത്തിണക്കുന്ന വലിയ കണ്ണിയായിരുന്നു വിനോദ്. എല്ലാവരെയും അവരുടെ മെറിറ്റ് അനുസരിച്ച് തങ്ങളിൽ ഒരാളായി കാണുക എന്നത് കാലം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വിനോദ് തിരുമേനിയിൽ മാത്രം കണ്ടിരുന്ന അസാമാന്യ സ്വഭാവങ്ങളിലൊന്നായിരുന്നു. ഇന്ന് അപകടം പറ്റിയാൽ, അസുഖമായിട്ട് കിടന്നാൽ അവരുടെ വീട് രാവെന്നോ പകലൊന്നും ഇല്ലാതെ, ഇന്ന് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ജാതീയതയും രാഷ്ട്രീയവും എല്ലാം ഉണ്ട്, സങ്കുച താല്പര്യങ്ങളൊക്കെ ഉണ്ട്. സമ്പത്ത് നോക്കാതെ, സമയം നോക്കാതെ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആപത്തുകൾ ആർക്കും ഉണ്ടായാലും അവിടെ ഓടിയെത്തുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ശ്രീ വിനോദ് തിരുമേനി. ശ്രീ വിനോദ് തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ഠം ഇടറും. എനിക്കും പോലും, പൂറ്റൂർ താമസിക്കുന്ന എനിക്ക് പോലും എല്ലാ വർഷവും മുണ്ട് തരുമായിരുന്നു. മകളുടെ വിവാഹ നിശ്ചയത്തിന് ചുരുക്കം ചില ആളുകളെ വിളിച്ചുള്ളെങ്കിൽ പോലും ഇവിടുത്തെ ഏതൊരു കാര്യത്തിനും എന്നെയും കൂടി പങ്കാളിയാക്കുന്ന ഒരു കുടുംബ അംഗത്തെ പോലെ എന്നോട് സ്നേഹം പങ്കിട്ട ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് വിനോദ് തിരുമേനി. ഈ നഷ്ടം ഈ നാട്ടുകാർക്ക്, കുടുംബക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും, ഇന്ന് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ വാട്സപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് കിട്ടാത്ത അംഗീകാരങ്ങൾ വിനോദ് തിരുമേനിക്ക് കിട്ടി. വിനോദ് തിരുമേനിയുടെ നഷ്ടം, ഞാൻ വീണ്ടും പറയട്ടെ, അതൊരു ഇന്ന് പെരുങ്കുളത്തെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും ഏറ്റവും വലിയ തീരാ ദുഃഖം എന്ന് വെച്ചാൽ, എല്ലാ വിഷയങ്ങളിലും വിനോദില്ലാത്ത ഒരു കാര്യമില്ലായിരുന്നു. അതിന് ജാതിയോ മതമോ മറ്റ് യാതൊന്നും നോക്കാതെ എല്ലാവരുടെയും കാര്യത്തിന് ഒരുപോലെ, എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഈ നാട്ടിൻ്റെ, അതോടൊപ്പം തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ പെരുങ്കുളം സ്കൂളിൻ്റെ വികസനത്തിന് വസ്തു വാങ്ങിക്കുന്നു. അതിനു വേണ്ടിയിട്ടും അദ്ദേഹം ചെയ്യാവുന്നതെല്ലാം ഓരോരുത്തരെയും കണ്ട് ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ വന്ന് ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും, അങ്ങനെ എടുത്തെടുത്ത് പറയാനാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊക്കെ സ്വന്തം സഹോദരനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം. അതേപോലെയായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നത്. അപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഇന്ന് വന്ന ജനാവലിയെ കണ്ടാൽ തന്നെ അറിയാം, ഒരു കോൺഗ്രസ്സുകാരനെന്നുള്ള രീതിയിലല്ല, ഒരു നല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുക മാത്രമാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള വിഭാഗങ്ങൾക്കുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം സാധുക്കളുമായിട്ട് വളരെ ബന്ധം പുലർത്തിയിരുന്ന, അല്ലെങ്കിൽ സഹായം വേണ്ടുന്ന ആളുകളുമായി വളരെ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പ്രത്യേകിച്ച് നമുക്കറിയാം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രത്തിൻ്റെ ആചാരക്രമങ്ങളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് സാധാരണ സമൂഹത്തിൽ അങ്ങനെ വലിയൊരു ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് തോന്നിയാൽ അവരെ വളരെ കരുതലോടുകൂടി സമീപിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പലതരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിനെ നമ്മൾ വലിയ നഷ്ടമായി കാണുന്നത്. ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുകയും ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ്സിന് വളരെ നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ ഒരു കേഡറ്റായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തകരൊക്കെ എന്ന് പറഞ്ഞാൽ വോളണ്ടറി സ്വഭാവത്തിലുള്ളവരാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കേഡർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമുക്കറിയാം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്, കെ.ബി. അനിൽ. പക്ഷേ അദ്ദേഹത്തെക്കാൾ ഉപരി ഒരു കേഡറെ പോലെ പ്രവർത്തിക്കുകയും
എന്നാൽ ഒരു മനുഷ്യത്വപരമായി എല്ലാ ആളുകളോടും ഇടപെടുകയും അതിനകത്ത് രാഷ്ട്രീയമോ ജാതി മത ചിന്തകളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു പരിഗണനയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുണ്ടായിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ്. അതിലേറെ നഷ്ടമാണ് ഈ പ്രദേശത്തിനും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള നമ്മുടെ സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുണ്ടായിട്ടുള്ള നഷ്ടമെന്നുമാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരു നാടിന് പൊതുവെ ഒരു നഷ്ടം, രാഷ്ട്രീയത്തിന് അതീതമായി, അതായത് ജാതി മത രാഷ്ട്രീയം എല്ലാം മറന്ന് ആർക്കെന്തൊരാവശ്യം വന്നാലും മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിലും എവിടെ പോകണമെങ്കിലും അന്നേരം വാഹനം എടുത്തുകൊണ്ട് വന്ന് ആളിനെ കൂട്ടിക്കൊണ്ട് പോവുകയും രോഗിയുടെ കൂടെ വേണ്ടുന്ന എല്ലാ സഹായത്തിനും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ ഒരു സമാജത്തിൻ്റേതായ ഒരു പരിധിക്ക് അകത്ത് നിന്നുള്ള പ്രവർത്തനം അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ആളുകളുടെ വിശ്വാസത്തിനും ഭക്തരെ ഒരു നല്ല വഴിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളും എല്ലാത്തിനും അദ്ദേഹത്തിന് നമുക്ക് ഒരു കാര്യത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാവുന്ന ആളല്ലായിരുന്നു. വലിയ നഷ്ടം തന്നെ. ഇവിടെ സമാജത്തിലുള്ള യോഗക്ഷേമയിൽ ഉള്ള 70-75 വയസ്സുള്ള ആളുകൾ വരെ വന്ന് കരയുന്നു, നെഞ്ചത്തരിച്ച് കരഞ്ഞവരുണ്ട്. അപ്പോൾ അവരുടെ പറച്ചിലിൽ അവരുടെ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു മുതിർന്ന ചേട്ടനോ മരിച്ചതായിട്ടാണ്, നഷ്ടപ്പെട്ടു പോയിട്ടാണ് അവർക്കുള്ള ആ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലിരിക്കുമ്പോഴും മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ ഒരാൾ പോലും അദ്ദേഹത്തിന് ശത്രുവായിരുന്നില്ല. അത്രമാത്രം വ്യക്തിബന്ധം സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആധ്യാത്മിക കാര്യങ്ങളിലും ക്ഷേത്ര സംബന്ധമായ സംശയങ്ങളിലും ഏതു സമയത്തും സമീപിക്കാവുന്ന നല്ല വ്യക്തിത്വമാണ് പെട്ടെന്ന് വിട പറഞ്ഞു പോയത്. മകളുടെ വിവാഹത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുന്ന വേളയിലായിരുന്നു കുടുംബത്തിലുള്ളവരെയെല്ലാം ദുഃഖത്തിലാക്കിക്കൊണ്ട് തിരുമേനിയുടെ അസമയത്തുള്ള പോക്ക്. വിനോദണ്ണനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുങ്കളത്ത് എന്ത് രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല, അല്ലാതുള്ള എന്ത് പരിപാടികളിലും ഫുൾ ടൈം പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എനിക്ക് പേഴ്സണലി എടുത്ത് പറയേണ്ടത്, ഓംകാരനാഥൻ എന്ന് പറഞ്ഞ ശില്പം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ചോദിക്കുകയും എവിടെ വേണം വർമ്മയ്ക്ക് അവിടെ ചെയ്തോളൂ എന്ന് പറയുകയും ചെയ്തു. അതിലും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ വൈകുന്നേരം ഒരു 5:15 തോന്നുന്നു, 5:15 ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും കുറച്ച് സമയം സംസാരിക്കുകയും ഉണ്ടായി. അതിനുശേഷമാണ് പെട്ടെന്ന് ഈ വാർത്ത അറിയുന്നത്. എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിപ്പോയി. ഈ മഹാദേവൻ്റെ കോഴിക്കോട്ടപ്പൻ്റെ കാര്യദർശിയും അതിൻ്റെ ട്രസ്റ്റിയും അതേപോലെ തന്നെ തന്ത്രിയും യോഗക്ഷേമ സഭയുടെ നേരത്തെ സംസ്ഥാന ട്രഷററായിരുന്നു, ഇപ്പോൾ നിർവാഹക സമിതി അംഗം. ഈ പെരുങ്കുളത്തിൻ്റെ മാത്രമല്ല, ഈ പ്രദേശത്തിൻ്റെ തന്നെ മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. ഒരിക്കലും ജാതിയോ മതമോ രാഷ്ട്രീയമോ വേറുകൃത്യമില്ലാതെ ഒരാൾക്കൊരാപത്തുണ്ടായാൽ ഓടി എത്തി അയാളെ രക്ഷിക്കുന്ന സന്മനസ്സിൻ്റെ ഉടമയായിരുന്നു ശ്രീ വിനോദ് തിരുമേനി. ഈ പ്രദേശവാസികൾ ഇന്നലെ നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾ പോലും വന്നത്. അമ്പലത്തിൽ വരുന്ന ഭക്തരോട് മാന്യമായും സ്നേഹത്തോടെയും പെരുമാറി. ഈ പരിസര പ്രദേശത്തുള്ളവർക്കെല്ലാം ഒരുപാട് ആധ്യാത്മിക കാര്യങ്ങളിലും എനിക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞ ജ്യോതിഷ കാര്യങ്ങളിലും പലർക്കും പല ഉപദേശങ്ങളും നൽകാറുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് ശ്രീ KV അനിൽ പഞ്ചായത്ത് മെമ്പർ ആയതിൻ്റെ എല്ലാം പിന്നിൽ വിനോദ് തിരുമേനിയായിരുന്നു. ബ്രാഹ്മണൻ ആണെന്നുള്ള ആ ഒരു ഹുങ്ക് കാണിക്കാതെ ഈ പ്രദേശത്തെ പട്ടികാതി വിഭാഗക്കാരോട്, അവർണജാതിക്കാരോട്, അവർണ സമുദായക്കാരോട് എല്ലാം ഇത്രയും സ്നേഹമയമനായ ഒരു മനുഷ്യൻ സ്നേഹത്തോടെ കാരുണ്യത്തോടെ അതേപോലെ തന്നെ ദുഃഖിക്കുന്നവന് സാന്ത്വനമായി, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സഹായമായി, അതിലേറെ ഇദ്ദേഹത്തിന് കിട്ടുന്ന വസ്ത്രങ്ങൾ, പൂജയ്ക്കും ഇദ്ദേഹം തന്ത്രിയും കൂടിയാണ്, കിട്ടുന്ന വസ്ത്രങ്ങൾ അതെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. ഞാൻ പറയട്ടെ, എനിക്കും വർഷത്തിൽ 2 മുണ്ട് എനിക്ക് പടിയാണ്. KV വിനോദണ്ണൻ്റെ മരണം ഈ നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഒരു
പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന വിനോദണ്ണൻ്റെ ഒരു പ്രാഗൽഭ്യം ഈ നാടിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇനി ഇല്ലാതാകുകയാണ്. വിനോദിൻ്റെ മരണം ഒരു തീരാ നഷ്ടമാണ്. നാട്ടിൽ മാത്രമല്ല, രാഷ്ട്രീയമായിട്ടും വിനോദ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു. നാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞാൽ നാട്ടിലെ പല കാര്യങ്ങൾക്കും രാഷ്ട്രീയമായിട്ട് ട്രേഡ് യൂണിയൻ പരമായിട്ടൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മാന്യദേഹമായിരുന്നു ശ്രീ വിനോദ്. വിനോദിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വളരെയധികം നഷ്ടമായിരിക്കുന്നു, നാടിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നു. വിനോദ് രാവിലെ ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞാൽ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഏതെങ്കിലും കാരണവശാൽ പൂജ മുടങ്ങിയാൽ ആ ക്ഷേത്രത്തിൽ കൂടി അദ്ദേഹം പോയി പൂജ നടത്തുന്നതിന് അദ്ദേഹം അത്ര ഒരു വലിയ ഭക്തനായിരുന്നു. പെരുങ്കുളത്തെയും പ്രത്യേകിച്ചും കുളക്കട ഗ്രാമപഞ്ചായത്തിലെ പരിസര പ്രദേശങ്ങളെ സംബന്ധിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളിലുൾപ്പെടെ വല്ലാത്തൊരു നഷ്ടവും നികത്താൻ കഴിയാത്ത ഒരിടവും ബാക്കി വെച്ചാണ് വിനോദ് തിരുമേനി മടങ്ങിയത്.